എല്ലാവർക്കും നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു നോവലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ KJ ബേബിയുടെ ഏറ്റവും പുതിയ നോവൽ ഗുഡ് ബൈ മലബാർ. മലബാറിന്റെ എഴുത്തുകാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. നാട്ടുഗതികയും മാവേലി മൻറോവും പണിയ സമുദായത്തിന്റെ, ആദിവാസി സമുദായത്തിന്റെ കഥകളാണ് പറയുന്നതെങ്കിൽ ബസ് പുർഖാന കേരളത്തിലെ മലബാർ ക്രിസ്ത്യാനികളെ, കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ കഥയാണ് പറയുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗന്റെ കഥ പറയുന്ന നോവലാണ് ഗുഡ് ബൈ മലബാർ. വളരെ മനോഹരമായി എഴുതപ്പെട്ട, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മനോഹരമായ നോവൽ എന്ന് ഞാൻ ഗുഡ് ബൈ മലബാറിനെ, KJ ബേബിയുടെ ഗുഡ് ബൈ മലബാറിനെ അതിശയോക്തി ഇല്ലാതെ തന്നെ വിശേഷിപ്പിക്കട്ടെ. വില്യം ലോഗന്റെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും ഇടകലർത്തിക്കൊണ്ട്, എന്നാൽ മലബാറിൽ അന്നുണ്ടായ എല്ലാ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആനിയിലൂടെയാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത്. ആനി എന്ന സ്ത്രീയുടെ മനോഹരമായ ഇടപെടലുകൾ നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. ഒരു മദാമ പെണ്ണിൽ നിന്ന് ഒക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇടപെടൽ, മലയാളികളെ, മലബാറിലെ സ്ത്രീകളെയൊക്കെ സ്നേഹിക്കുന്ന ആനി, ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും അതിക്രമങ്ങൾക്കെതിരെ വായ് ഉയർത്താൻ, ശബ്ദമുയർത്താൻ ഓരോ മലയാളി പെൺകുട്ടികളും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഓരോ മലബാറി പെൺകുട്ടികളും ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ ആഗ്രഹിച്ച വാക്കുകളാണ് ആനിയിലൂടെ കഥാകൃത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ബസ് പുർഖാന എന്ന നോവലിന്റെ രണ്ടാം ഭാഗം എഴുതാനാണ് KJ ബേബി തിരുവണ്ണാമലയിലേക്ക് പോയത്. പക്ഷെ അദ്ദേഹത്തിന്റെ വലത്ത് കണ്ണിന് മങ്ങലുണ്ടാവുന്നു. അദ്ദേഹത്തിനൊന്നും എഴുതാനും വായിക്കാനും സാധിക്കുന്നില്ല. ഉടനെ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വിശ്രമ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് നിന്ന് അദ്ദേഹം ആദ്യമായി വായിക്കുന്ന പുസ്തകമാണ് മലബാർ മാനുവൽ. ലോഗനെ KJ ബേബിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നു. അദ്ദേഹത്തോട് പ്രണയവും ആരാധനയും തോന്നുന്നു. അങ്ങനെയാണ് ഈ ഒരു നോവൽ എഴുതാൻ തുടങ്ങുന്നത്. അദ്ദേഹം എഴുതി തുടങ്ങിയപ്പോ ലോഗന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തോന്നി അത് ആനിയുടെ കാഴ്ചപ്പാടിലൂടെ ആവുമെന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ നോവലിനെ മനോഹരമാക്കുന്നത്. ആ ആനി എന്ന യുവതിയുടെ, ആനി എന്ന ഭാര്യയുടെ, ആനി എന്ന സമൂഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മാനുഷിക മുഖമുള്ള ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ മലബാറിലെ രാഷ്ട്രീയ പശ്ചാത്തലം, മലബാറിലെ സാംസ്കാരിക പശ്ചാത്തലം ഒക്കെ വളരെ ഭംഗിയായി KJ ബേബി അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത്, അന്നത്തെ കമ്പനി ഇടപെടലുകൾ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ നോവലിൽ കാണാൻ പറ്റും. മലബാറിലുണ്ടായ കാർഷിക സമരങ്ങൾ പിന്നീട് മതസമരങ്ങളായി മാറുകയാണ് ഉണ്ടായത്. അതിന് പിന്നിൽ കമ്പനി ആയിരുന്നുവെന്ന് ആനിയിലൂടെ നമുക്ക് ഈ നോവൽ ബോധ്യപ്പെടുത്തി തരുന്നു. ചരിത്രം ശരിയായി വ്യാഖ്യാനിക്കുന്ന നോവലായി തന്നെ നമുക്ക് കാണാം KJ ബേബിയുടെ ഗുഡ് ബൈ മലബാർ. സ്വന്തം നാടായ സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആനിയുടെ മനസ്സിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. ആനി തയ്യാറെടുത്തിരിക്കുകയാണ് തിരിച്ചു പോകാൻ. ലോഗൻ പറഞ്ഞിരുന്നു തിരിച്ചു പോകാമെന്ന്. അപ്പോഴാണ് വില്യം ലോഗന് മലബാറിന്റെ കളക്ടറായി സ്ഥാനം കിട്ടുന്നത്. ആനിക്ക് സങ്കടം വരുന്നുണ്ട്. എന്നാൽ സൈലന്റ് വാലി എന്ന വനപ്രദേശം സർക്കാരിന് നേടിക്കൊടുക്കാൻ വില്യം ലോഗന് സാധിച്ചതിൽ ആനി അഭിമാനം കൊള്ളുന്നു. അങ്ങനെ വീണ്ടും മലബാറിൽ തുടരുന്ന ആനിയുടെ കാഴ്ചപ്പാടിലൂടെ, ആനിയുമായി ഇടപെടുന്ന കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മലബാറിന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ കാണാനാവും. ഒന്ന് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം തടവിലിടാനും കൊല്ലപ്പെടുത്താനും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് വിപ്ലവകാരികളെ കുറിച്ച് ലോഗനോട് തർക്കിക്കുന്ന ആനി, തന്റെ അടുക്കളക്കാരിയെ സ്നേഹത്തോടെ കരുതുന്ന ആനി, കല്യാണി എന്ന അടുക്കള കഥാപാത്രം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു അഭ്യാസമുറ കാണിക്കുന്ന കല്യാണിയോട് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി എനിക്ക് എന്തെങ്കിലും പ്രതിഫലം വേണം എന്ന് പറയുമ്പോൾ കല്യാണിയുടെ പുക്കിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ഓരോ അമ്മമാർക്കുമുള്ളതാണ്, പുക്കിൾക്കൊടി ബന്ധത്തിന്റെ കൈമാറ്റക്കാരായ അമ്മമാർക്ക്. അങ്ങനെ മാനവികതയുടെ മുഖം എളിമയോടെ അവതരിപ്പിക്കാൻ ആനിക്ക് സാധിക്കുന്നുണ്ട്. ആനിയുടെ ഓർമ്മകളിലൂടെ, ആനി എഴുതുന്ന എഴുത്തുകളിലൂടെ, ആനിക്ക് കിട്ടുന്ന എഴുത്തുകളിലൂടെയൊക്കെയാണ് ഈ നോവൽ കടന്നുപോകുന്നത്. വില്യം ലോഗന്റെ വ്യക്തിപരമായ സ്വഭാവവും അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യവും ഒക്കെ ഒരുപക്ഷെ ഈ എഴുത്തുകളിൽ നിന്ന് ആനി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മലബാറിന്റെ കൃഷിയെയും കാർഷിക രീതികളെയും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആനി, മലയാളികളൊക്കെ വൃത്തിയിലും മനയിലും ഒക്കെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആനി, അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ആനി, ഒരിക്കൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എത്തുന്ന ആനി അവിടുത്തെ സ്ഥിരം സന്ദർശനക്കാരിയായി മാറുന്നു. അവരുടെ മാനസികാരോഗ്യത്തിൽ കൂടുതൽ ഇടപെടുന്നു. ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പരിചയപ്പെടുന്ന വൃദ്ധയായ, അന്ധയായ മുസ്ലിം യുവതിയെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുന്ന ആനി, അവരെ പരിപാലിക്കുന്ന ആനി. പിന്നീട് ആ വൃദ്ധ, ആ ഉമ്മ ആനിക്ക്
സ്വന്തം ഉമ്മയായി മാറുന്നു. ആ ഉമ്മയ്ക്കാണെങ്കിൽ ആനി സുബൈദയാണ്. ആ ഉമ്മയ്ക്ക് വില്യം ലോഗൻ കുഞ്ഞിമായനാണ്. അങ്ങനെ ആ സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന വില്യം ലോഗനെയും ആനിയെയും എത്ര മനോഹരമായിട്ടാണ് നോവലിസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവരെ കൂടെ കിടക്കുന്ന ആനി, ഒടുവിൽ ആ സ്ത്രീ മരണമടയുമ്പോൾ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് സംസ്കാരം നടത്തി ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് മലയാളിയുടെ മാനസിക വികാരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആനിയെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ആനിയിലൂടെ വളരെ മനോഹരമായിട്ടാണ് നോവലിസ്റ്റ് ചരിത്രത്തെയും സാഹിത്യത്തെയും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ നോവലിന്റെ അവസാനം കമ്പനിയുടെ നിലപാടുകൾക്കെതിരെ ശബ്ദിക്കുന്ന ലോഗനെ നമുക്ക് കാണാം. അവർക്കെതിരെ റിപ്പോർട്ട് എഴുതുന്ന ലോഗനെ കാണാം. ഒടുവിൽ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിലെ ജില്ലാ മജിസ്ട്രേറ്റായി സ്ഥാന ഇറക്കവും സ്ഥലമാറ്റവും ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ആനി പറയുന്നു, സത്യത്തിന്റെ കൂടെ നിൽക്കണം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാമെന്ന് സംവേദിക്കുന്ന ആനി. മലബാറിൽ നിന്ന് പടിയിറങ്ങുന്നതിന്റെ തലേദിവസം തൊട്ടടുത്തുള്ള യുവാക്കളുമായി ഫുട്ബോൾ കളിക്കാൻ പോകുന്ന വില്യം ലോഗനെ നമുക്ക് കാണാം. ഒടുവിൽ ആനിയും വില്യം ലോഗനും കുതിരപ്പന്തയത്തിനായി മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത്. ഈ നോവലിന്റെ തുടക്കത്തിൽ സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഒരു ചരിത്രത്തെ നോവലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നുകിൽ അത് ചരിത്രം മുഴച്ചു നിൽക്കും, അല്ലെങ്കിൽ സാഹിത്യം മുഴച്ചു നിൽക്കും. ഇത് രണ്ടുമില്ലാതെ ചരിത്രത്തിന്റെ സത്യത്തെ സാഹിത്യത്തിന്റെ നോവലിന്റെ കാൽപ്പനികതയുമായി ചേർത്ത് വെച്ചുകൊണ്ട് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന നോവലുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. KJ ബേബി എന്ന എഴുത്തുകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിലെ ചരിത്രകാരനെയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ മനസ്സിലെ കാൽപ്പനിക ഭാവവുമായി ചേരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മികച്ച നോവലുകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും മികച്ച ഒരു നോവൽ, തീർച്ചയായും ഓരോ മലയാളിയും വായിക്കേണ്ട ഈ നോവൽ മികച്ച വായനാനുഭവവും ചരിത്ര സത്യബോധ്യവും ഉണ്ടാക്കുന്ന നോവലാണ്. എല്ലാ മലയാളികളും വായിക്കുക KJ ബേബിയുടെ ഗുഡ് ബൈ മലബാർ. എല്ലാവർക്കും മികച്ച വായനാനുഭവങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു പുസ്തകവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.